അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തെ കിറാമും അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്നും അല്ലാഹുവിന്റെ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലുമാണ് എന്ന് ഒരു സമുദായത്തോട് വിശ്വസിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോ ധിക്കാര മനോഭാവത്തോടെ പ്രവാചകരെ പുച്ഛിച്ചു തള്ളി. മുഹമ്മദ് മാരണക്കാരനാണ്, മുഹമ്മദ് കവിയാണ്, മുഹമ്മദിന്റെ ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചക പുങ്കവൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹാസത്തിന്റെ പൂമാല കൊണ്ട് വരവേറ്റപ്പോ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സമ്മതം കൊടുത്ത ഒരു അവസരമുണ്ട് യുദ്ധത്തിന്. ഞാൻ വന്നെത്തുന്നത്, എന്റെ വിഷയത്തിലേക്ക് ഞാൻ എത്തുന്നത്, പ്രവാചക പ്രഭു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ട് അവിടെ എത്തിയത് റമദാൻ 16-ന്. എന്താണ് ബദർ, എന്തിനാണ് ബദർ എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ദിവസം സ്മരിക്കപ്പെടേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മുടെ ആലോചനയിൽ വരുന്നത്. സത്യം പറയട്ടെ, അന്ന് റമദാൻ 17-ന് ഹിജ്റ 2-ാം വർഷം റമദാൻ 17-ന് വെള്ളിയാഴ്ച ബദർ നടന്നില്ലായിരുന്നുവെങ്കിൽ, ബദറിൽ മുസ്ലിങ്ങൾക്ക് പരാജയമേൽക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ ഭൂമി ലോകത്ത് ആരാധിക്കാൻ ഒരു കൂട്ടരും ഉണ്ടാവുമായിരുന്നില്ല. എന്താണ് ബദറിന്റെ പശ്ചാത്തലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 15 വർഷത്തോളം പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുകയാണ്. ശത്രുപക്ഷത്തുള്ള കിങ്കരന്മാരായ അബൂജഹലിനോടും ഉത്ബത്തിനോടും ശൈബത്തിനോടും വലീദിനോടും ഒക്കെ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹുവിന്റെ ഹബീബാകുന്ന ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് ആ സമുദായത്തോട് പറഞ്ഞപ്പോ, നമുക്കറിയാം തായിഫിലൊക്കെ പ്രവാചകർ കുടുംബക്കാർ കൂടുതലുള്ള പ്രദേശമാണ് തായിഫ്. തായിഫിലേക്കൊക്കെ പ്രവാചകർ പോയപ്പോ മടമ്പ് നോക്കി കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു. പ്രവാചകരുടെ കാലിലേക്ക് കല്ലെറിയിപ്പിച്ചു. പ്രവാചകരുടെ മടമ്പ് നോക്കി കല്ലെറിഞ്ഞു. എന്തിന്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉയർത്തിക്കാട്ടാൻ വേണ്ടി പ്രവാചക പ്രവചനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടതിന്റെ പേരിൽ, കുടുംബ സ്വത്തിന്റെ തർക്കത്തിന്റെ പേരിലല്ല, കച്ചവടം ചെയ്ത് ലാഭനഷ്ടത്തിന്റെ പേരിലല്ല. അല്ലാഹുവിന്റെ വചനം ലോകത്തിൽ തഖൂല കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അല്ലാഹുവിന്റെ വചനം അത് ലോകത്തെ ഏറ്റവും ഉയർന്ന വചനമാകാൻ വേണ്ടി തായിഫിലേക്ക് പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിലേക്ക് കല്ലെറിയുകയാണ്. സഹിക്കാൻ വയ്യാതെ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് കരയുകയാണ്. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ വാനലോകത്തുനിന്ന് മുഖറബിൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എനിക്ക് സമ്മതം നൽകുകയാണെങ്കിൽ ഈ പർവ്വതങ്ങൾക്ക് കൈവിട്ട് ഈ സമുദായത്തെ ഞാൻ നശിപ്പിച്ചു കളയാൻ നബിയെ. എന്തൊരു തമ്മാടിത്തരമാണ് ഈ സമുദായം അങ്ങയോട് ചെയ്തത് നബിയെ. അങ്ങ് സമ്മതം തന്നാൽ മതി നബിയെ, ഈ സമുദായത്തെ ഈ മലകൾക്ക് കൈവിട്ട് ഞാൻ നശിപ്പിക്കാം നബിയെ. കാരുണ്യത്തിന്റെ കടലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
പുരുഷാകൃതി പൂണ്ട ദൈവമോ പരദേശാദി പവിത്രപുത്രനോ കാരുണ്യവാൻ രത്നമോ എന്ന് കുമാരനാശാന പോലും പ്രവാചകർക്കത്തെ പ്രകീർത്തിച്ച കാരുണ്യത്തിന്റെ കടയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൊടുത്ത മറുപടി ഇന്നഹും ഖൗമുൻ ലാ യഅലമൂൻ. അവരെ ഒഴിവാക്കണം, ശിക്ഷിക്കരുതേ, അവരെ ശിക്ഷിക്കരുതേ. ഇന്നഹും ഖൗമുൻ ലാ യഅലമൂൻ. വിവരമില്ലാത്ത സമുദായമാണ്, വിവരമില്ലാത്ത കൂട്ടരാണ്. ഒന്നും ചെയ്യരുതേ, ആക്രമിക്കരുതേ, ശിക്ഷിക്കരുതേ. മാത്രമല്ല, എന്നെ അയച്ചത് പടച്ച തമ്പുരാൻ എന്നെ അയച്ചത് ശിക്ഷിക്കാനല്ല, അവരെ ദീനിലേക്ക് കൊണ്ടുവരാനാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അതല്ലേ ഉത്തമം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രവാചകർ പറഞ്ഞ മറുപടിയാണ്. അങ്ങനെ ഒരുപാട് 15 വർഷത്തോളം സഹിച്ചപ്പോ മുസ്ലിങ്ങളുടെ ധനങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെട്ടു. മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. പല നിലക്കും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടൊക്കെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോ പ്രവാചകർക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ശത്രുപക്ഷത്തുള്ള നേതാവായ അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് തന്റെ ഒട്ടകക്കൂട്ടവുമായി വരികയാണ്. ഒരുപാട് ചരക്കുണ്ട്, ഒരുപാട് സാധനങ്ങളുമായിട്ട് ഷാമിൽ നിന്ന് ഇങ്ങനെ വരികയാണ് മക്കയിലേക്ക്. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സഹാബത്ത് മുഖേന എത്തുകയാണ്. യാ റസൂലല്ലാഹ്, അബൂ സുഫിയാൻ കുറച്ച് ആൾക്കാരും ഒട്ടക സംഘവുമായി വരുന്നുണ്ട്, നമുക്കവരെ പിടികൂടണം റസൂലേ, നമുക്കവരെ പിടികൂടണം റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കുറച്ച് സഹാബത്തുമായിട്ട് അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറിന്റെ അരികിൽ നിൽക്കുകയാണ്. തന്ത്രക്കാരനായ അബൂ സുഫിയാൻ വരുന്ന വഴിക്ക് ഒട്ടകത്തിന്റെ കാഷ്ടം കാണുന്നു. അദ്ദേഹം നിരീക്ഷിക്കുന്നു. നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് മദീനയിലെ പുല്ല് തിന്ന ഒട്ടകത്തിന്റെ കാഷ്ടമാണല്ലോ, ഈ മദീനയിലെ പുല്ല് തിന്ന ഒട്ടകത്തിന്റെ കാഷ്ടമാണല്ലോ. അപ്പൊ ഇവിടെ മദീനക്കാർ ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതിലൂടെ പോയാൽ രക്ഷപ്പെടൂല എന്ന് വിചാരിച്ച് അബൂ സുഫിയാൻ റൂട്ട് മാറി സഞ്ചരിക്കുകയാണ്. അങ്ങനെ അബൂ സുഫിയാന്റെ സംഭവം മനസ്സിലായി, മുസ്ലിങ്ങളുടെ കാത്തിരിപ്പാണെന്ന്. ഉടൻ അബൂ സുഫിയാൻ ഒരാളെ വിട്ടുകൊണ്ട് മക്കയിലെ പ്രമുഖരായ അബൂജഹലിനെയും സംഘത്തെയും തന്നെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അബൂജഹലിന്റെയും മുതുബത്തിന്റെയും ഷൈബത്തിന്റെയും വലീദിന്റെയും നേതൃത്വത്തിൽ അവിടുന്ന് ശത്രുപക്ഷം വരികയാണ്. പ്രവാചകരെയും സംഘത്തെയും ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അബൂലഹബ് മാത്രം വന്നില്ല. അബൂലഹബ് തന്റെ അടിമയെ പകരമായി അയച്ചു. അങ്ങനെ എല്ലാവരും അവിടെ എത്തിയപ്പോ അബൂ സുഫിയാൻ റൂട്ട് മാറി സഞ്ചരിച്ചപ്പോ അബൂ സുഫിയാൻ അവർക്ക് വിളിച്ചു പറഞ്ഞു, ഞാനിതാ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇവന് യുദ്ധത്തിന് പ്രസക്തിയില്ല, നിങ്ങൾ തിരിച്ചു പോകണം. ഖുറൈശികളോട് ഉറക്കത്തെ പറഞ്ഞു, ഇനി ഈ യുദ്ധത്തിന് പ്രസക്തിയില്ല, ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമുദായത്തിന്റെ ഫറോവയായ അബൂജഹൽ അവിടെ നിന്ന് പറയുകയാണ്, ഇല്ല, മുഹമ്മദിന് പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ, മുഹമ്മദിനൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ, അതുകൊണ്ട് യുദ്ധമല്ലാതെ വേറൊന്നും ഇവിടുന്ന് പ്രതീക്ഷിക്കണ്ട, യുദ്ധം ചെയ്തേ നമ്മൾ മടങ്ങുകയുള്ളൂ. അങ്ങനെ യുദ്ധമുഖത്തേക്ക് വരികയാണ്. യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടാണ് അവർ വന്നത്. ഒരുപാട് ആയുധങ്ങളുണ്ട്, ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളും, 1000-ലേറെ ആൾക്കാരുമായിട്ട് യുദ്ധമുഖത്തേക്ക് വരുമ്പോ വിശുദ്ധമായ ഇസ്ലാമിന്റെ അനുയായികൾക്ക് വരാം. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ച ബലഹീനരായ 313ഓളം സഹാബത്തുൽ കിറാം മാത്രമാണുള്ളത്. പച്ച ഇലകളും ഒരച്ച ഈത്തപ്പഴം കൊണ്ട് 7 പേരൊക്കെ ഭക്ഷിച്ച് ജീവിച്ച സഹാബത്തുൽ കിറാം. അവരാണ് മറുഭാഗത്തുള്ളത് 1000-ഓളം വരുന്ന ശത്രുപക്ഷത്തോട് നേരിടാനുള്ളത്. ഈ 313 സഹാബത്തുൽ കിറാമാണ്. അങ്ങനെ യുദ്ധം ഉറപ്പിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ, അല്ലാഹുവേ. അങ്ങനെ പ്രവാചകർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ഒരു സംഭവമുണ്ട്. പ്രവാചകർ യുദ്ധത്തിന്
അൻസാരികളും മുഹാജിറുകളുമായ സഹാബത്തിനോട് സമ്മതം ചോദിക്കുകയാണ്. സഹാബ, നിങ്ങളെ എന്നെ എല്ലാ സമയത്തും സഹായിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി നിങ്ങളാണ് എന്റെ കൂടെ നിന്നത്. ഇപ്പോഴിതാ ഞാൻ നിങ്ങളോട് യുദ്ധത്തിനുള്ള ഒരു സമ്മതം ചോദിക്കുകയാണ്. ശത്രുപക്ഷം നമ്മെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. മുഹാജിറുകളോടും അൻസാരികളോടുമായിട്ട് പ്രവാചകർ സഹായം ചോദിച്ചപ്പോ അവിടുന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ഖുദ് മിൻ അംവാലിനാ മാ ശിഅ്ത വഅതിനാ മാ ശിഅ്ത വമാ അറദ്ത മിന്നാ കാന ഹബ്ബ ഇലൈനാ മിമ്മാ തറക്. പ്രവാചകരെ, ഇതെന്തൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് തരാം. ഞങ്ങളുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ഉപേക്ഷിക്കുന്ന സാധനങ്ങളിലാണ് ഞങ്ങൾക്ക് വെറുപ്പുള്ളത്. നബിയെ, എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുക്കാം നബിയെ. മാത്രമല്ല, അങ്ങ് എന്ത് പറയുന്നുവോ അതൊക്കെ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നബിയെ. അവസാനം ഒരു വാക്ക് പറയുകയാണ്, റമദാനിലുള്ള ഇന്ന കടലിലേക്ക് അല്ലെങ്കിൽ ഇന്ന കുളത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ വരണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ, ഞങ്ങളോട് പറഞ്ഞാൽ തീർച്ചയായും അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുക തന്നെ ചെയ്യും നബിയെ. മാത്രമല്ല, അങ്ങ് സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ വരെ ഞങ്ങൾ തയ്യാറാണ് പ്രവാചകരെ. സഹാബത്തിന്റെ സഹാബത്ത് ശക്തി കൊടുക്കുകയാണ് പ്രവാചകർക്ക്. പ്രവാചകർക്ക് സന്തോഷമായി. മാത്രമല്ല, പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ, ഇതെന്ത് ചോദ്യമാണ്. നിങ്ങൾ വിചാരിച്ചുവോ മൂസാ നബി അലൈഹിസ്സലാം തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനോട് തന്റെ സമുദായം പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചോ പ്രവാചകരെ? മൂസാ നബിയുടെ സമുദായം മൂസാ നബി യുദ്ധത്തിന് വരൂ എന്ന് പറഞ്ഞപ്പോ യുദ്ധത്തിനൊന്നും ഞങ്ങളെ കിട്ടൂല, നീ നിന്റെ റബ്ബ് പോയിട്ട് യുദ്ധം ചെയ്തോ എന്ന് മൂസാ നബിയുടെ സമുദായം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്രേ. അതുപോലെ ഞങ്ങൾ പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നബിയെ, ഞങ്ങളെ കൊണ്ട് ഒരിക്കലും തന്നെ അങ്ങനെ പറയാൻ സാധ്യമല്ല. നബിയെ, അങ്ങയുടെ വലതും ഇടതും മുന്നിലും ബാക്കിലുമായിട്ട് എവിടെ തന്നെ യുദ്ധം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് പ്രവാചകരെ. ഈ വാക്കുകൾ കേട്ട് അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത സന്തോഷം തോന്നി. എന്റെ സഹാബത്തിന്റെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് പ്രവാചകർ വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് പ്രവാചകർ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. യുദ്ധത്തിന് ഇങ്ങനെ പുറപ്പെടാൻ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ആ സഹാബത്തിന് യുദ്ധത്തിലേക്കുള്ള പ്രേരണ കൊടുക്കുകയാണ്, യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സഹാബത്തിനോട് പറയുകയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലാ യുഖാതിലുഹുൽ യൗമ അഹദുൻ റജുലുൻ ഫയഖതലു സാബിറൻ മുത്തസിമൻ ഗൈറ മുദ്ബിർ ഇല്ലാ അദ്ഖലഹു അല്ലാഹുൽ ജന്ന. സഹാബ, ഇന്നേ ദിവസം നിങ്ങൾ യുദ്ധത്തിന് ഇങ്ങനെ പുറപ്പെടുന്നുണ്ടല്ലോ, ഈ യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് പിന്തിരിയാതെ, യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിയാതെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്ത് ഷഹീദായാൽ നിങ്ങൾ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. സഹാബത്തിന് ജോഷ് കൂടി, ഷഹീദായിട്ടേ കാര്യം. സഹാബത്തിന് ജോഷ് കൂടുകയാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധത്തിലേക്ക് വിളിക്കുകയാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് പോയിക്കോളി. സ്വർഗത്തിലേക്കാണ് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നത്. അതിന്റെ വിസ്തീർണം ആകാശഭൂമിയെ കണക്കാണ്. ആകാശം ഭൂമിക്കിടയിലുള്ള വിസ്തീർണമാണ് സ്വർഗം. ഇത് ബഹുമാനപ്പെട്ട ഉമറുൽ അൻസാരി തങ്ങൾ കേൾക്കുകയാണ്. പ്രവാചകരുടെ പ്രഖ്യാപനം കേൾക്കുകയാണ്. അവിടുന്ന് ആ സഹാബിവര്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അജന്നത്തുൻ അർളു വസ്സമാവാതു വൽ അർള്, ആകാശഭൂമിക്കിടയിലുള്ള അത്രമാത്രം വിശാലമായ സ്വർഗമുണ്ടോ? റസൂലുള്ള പറയുകയാണ്, ഞാൻ അതെ. അപ്പൊ അവിടുന്ന് അദ്ദേഹം പറയുകയാണ്, വല്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹം ബഖിൻ എന്ന് പറയുകയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിങ്ങളെന്താ ബഖിൻ എന്ന് പറഞ്ഞത് സ്വഹാബ? അന്നേരം അദ്ദേഹം പറയുന്നു, ഒന്നുമില്ല നബിയെ, ഞാൻ ആ സ്വർഗത്തിന്റെ ആളാവാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നക മിൻ അഹ്ലിഹാ,
നീ സ്വർഗത്തിന്റെ ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമായി. അദ്ദേഹം ഈത്തപ്പഴം കഴിക്കുകയായിരുന്നു. കയ്യിലുള്ള ഈത്തപ്പഴം വലിച്ചെറിഞ്ഞിട്ട്, ഇത് തിന്നാൻ പോലും എനിക്ക് സമയമില്ല, സ്വർഗത്തിലേക്ക് പോകണം, ഇത് തിന്ന് ഇവിടെ സമയം കളയേണ്ടതില്ല എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന കാരക്ക വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടുകയാണ് യുദ്ധത്തിലേക്ക്. യുദ്ധത്തിൽ ഘോരഘോരം യുദ്ധം ചെയ്ത് അദ്ദേഹം ഷഹീദാവുകയാണ്. അങ്ങനെ ഞാൻ വീണ്ടും വരികയാണ്. പ്രവാചകർക്ക് യുദ്ധത്തിൽ ഇങ്ങനെ അണിനിരക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് അവിടുന്ന് യുദ്ധതന്ത്രങ്ങളൊക്കെ മെനഞ്ഞു. ആദ്യം ദന്തയുദ്ധം, പേഴ്സണലായിട്ടുള്ള യുദ്ധത്തിന് സഹാബികളെ സജ്ജരാക്കി. ആ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി വരും പറഞ്ഞു, റസൂലേ, നമുക്ക് ഒരു വെള്ളം കുടിക്കാനുള്ള ഒരു ഹൗദ് വേണം നബിയെ. അങ്ങനെ ഒരു ഹൗദ് നിർമ്മിക്കുകയാണ്. അവർക്ക് വുളൂഇനും കുടിക്കാനൊക്കെ ഉള്ള ഒരു ഹൗദ് അവിടെ നിർമ്മിക്കുകയാണ്. അപ്പോൾ ശത്രുപക്ഷത്തിന് അസ്വരം വരെ വെട്ടി ഹൗദിനടുത്ത് നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും അല്പം മാത്രമാണ് ഭക്ഷണമുള്ളത്. ക്ഷീണമുണ്ട്, ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് അവർ വന്നത്. അന്ന് രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മഴയിറക്കി. ആകാശത്ത് നിന്ന് നല്ല മഴയിറക്കുകയാണ്. എന്തിനു വേണ്ടി? സഹാബത്തിന് നല്ല കുളിർമയാവാൻ വേണ്ടി, അവരുടെ മനസ്സ് ശുദ്ധിയാക്കാൻ വേണ്ടി. അങ്ങനെ സഹാബത്ത് രാവിലെ എഴുന്നേറ്റപ്പോ നല്ല ആവേശത്തിലാണ് സഹാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു യുദ്ധം വീക്ഷിക്കാനുള്ള ഒരു ടെന്റ് കെട്ടിയുള്ള പ്രവാചകരെ പ്രാർത്ഥിച്ചു. കാവലായിട്ട് പ്രവാചകനായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ നിർത്തി പ്രവാചകർക്ക് കാവലായിട്ട്. അങ്ങനെ പ്രവാചകർ അവിടുന്ന് യുദ്ധം വീക്ഷിക്കുന്ന സമയത്ത് അവിടുന്ന് അല്ലാഹുവിനോട് അങ്ങേയറ്റം അപേക്ഷിക്കുകയാണ്. അല്ലാഹുവിനോട് പറയുകയാണ്, യാ റബ്ബി, പടച്ചവനെ, പടച്ചവനെ, നീ എന്നോട് ചെയ്ത കരാർ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. പടച്ചവനെ, പടച്ചവനെ, നിന്റെ സഹായമല്ലാതെ ഇന്നേ ദിവസം ഒരു സഹായമില്ല നബി അല്ലാഹുവേ. എന്നിട്ട് ഒരു പ്രഖ്യാപിച്ച പ്രഖ്യാപനമുണ്ട്. അല്ലാഹുമ്മ ഇൻ തുംലിക ഹാദിഹിൽ ഇസാബ ഫലാ തുഅബദു അബദാ. പടച്ചവനെ, ഈ പാവപ്പെട്ട ഞങ്ങൾ 313 പേരടങ്ങുന്ന ഈ ഒരു സംഘം ഇന്ന് നശിച്ചു പോവുകയാണെങ്കിൽ, ഈ ശത്രുപക്ഷത്തിന്റെ ഇടയിൽ വെച്ച് ഞങ്ങൾ നശിച്ചു പോവുകയാണെങ്കിൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമി ലോകത്ത് ഒരാളും ഉണ്ടാവില്ല റബ്ബേ. അതുകൊണ്ട് നീ കരാർ പൂർത്തിയാക്കണേ അല്ലാഹ്. അങ്ങനെ ദുആയിൽ മുഴുകി അള്ളാന്റെ ഹബീബിന്റെ തോളത്തിട്ട് വിട്ടിരുന്ന തട്ടം അങ്ങോട്ട് വീണുപോയി. പ്രവാചകർ അറിഞ്ഞില്ല. സിദ്ദീഖ് അക്ബർ ഞങ്ങൾ തട്ടമെടുത്ത് പ്രവാചകർക്ക് അണിയിച്ചു കൊടുത്ത് പറഞ്ഞു, എന്തിനാണ് നബിയെ ഇങ്ങനെയൊക്കെ? അള്ളാഹു ഒരിക്കലും കരാർ ലംഘിക്കൂലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ അങ്ങേയറ്റം നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ച് പ്രവാചകരെ അവിടുന്ന് സാന്ത്വനിപ്പിക്കുകയാണ് പ്രവാചകരുടെ തോഴൻ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അങ്ങനെ യുദ്ധത്തിന് പ്രവേശിക്കുകയാണ്. ശത്രുപക്ഷത്ത് നിന്ന് ശത്രുപക്ഷത്തിന്റെ കിങ്കരന്മാരായ ഉത്ബയും ശൈബയും വലീദും വരികയാണ്, യുദ്ധത്തിലേക്ക് വരികയാണ്. ഇവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പേരെ ആദ്യം അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒറ്റക്കിടെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ അമ്മിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉബൈദ നിങ്ങൾ പോയി. അതുപോലെ തന്നെ യാ ഹംസ നിങ്ങളും പോയി. യാ അലി അലിയാർ തങ്ങളെയും ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെയും ഉബൈദ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെയും അയക്കുകയാണ്. ഉത്ബയുമായിട്ട് ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു, ശൈബയുമായിട്ട് ഹംസ റളിയല്ലാഹു അൻഹു, വലീദുമായിട്ട് അലിയാർ തങ്ങളും ദന്തയുദ്ധം നടത്തുകയാണ്. പേഴ്സണലായിട്ടുള്ള യുദ്ധം നടത്തുകയാണ്. അലിയാർ തങ്ങളും അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കഥ പെട്ടെന്ന് കഴിച്ചു. ശൈബയെയും വലീദിനെയും പെട്ടെന്ന് അവിടുന്ന് വധിച്ചു. പക്ഷേ ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു പ്രായമുള്ളവരായിരുന്നു, 50 വയസ്സൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് നല്ലവണ്ണം പോരാടി ശത്രുവിനോട് വെട്ടുകെട്ടി. അതേപോലെ വെട്ട് ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹുവിനും കിട്ടി. അപ്പൊ അവിടെ 2 പേരെയും വധിച്ചതിന് ശേഷം ഈ രംഗം കണ്ടപ്പോ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളും ഹംസ റളിയല്ലാഹു അൻഹു
സഹാബത്തെ താങ്ങി പിടിച്ചുകൊണ്ട് പ്രവാചകരുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആയുധ സങ്കേതത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് കാലത്ത് പോകുന്ന ചക്രശ്വാസം ഭരിക്കുന്ന മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലസ്തു ഷഹീദാ, ഞാൻ ഷഹീദാവൂല നബിയേ. എന്നെ വെട്ടി എന്നല്ല ചോദിക്കുന്നത്, ഞാനിപ്പോ മരിച്ചു പോയോ എന്നല്ല ചോദിക്കുന്നത്. നബിയേ, ഞാൻ അവിടെ വെച്ച് മരിച്ചില്ലല്ലോ, ഞാൻ ഇവിടെ എത്തിയിട്ടല്ലേ, ഇപ്പോൾ ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ഇനി ഞാൻ മരിച്ചാൽ ഷഹീദിന്റെ കൂലി എനിക്ക് ലഭിക്കുമോ നബിയേ? വല്ലാത്ത ചോദ്യമാണ് മുഅ്മിനീങ്ങളെ. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബലാ അൻത അഫ്ദലു ഷഹീദിൻ മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽപ്പെട്ട ആദ്യത്തെ ഷഹീദ് അങ്ങയാണോ ഉബൈദ? റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് സാന്ത്വനിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം മരണത്തോട് മല്ലിടുകയാണ്. മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു മരണത്തെ ഇങ്ങനെ മുഖം കാണുകയാണ്. മരണത്തോട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പാടുകയാണ്, നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹം അവന്റെ പാടുകയാ, അവരെന്റെ ശത്രുക്കൾ എന്റെ കാല് മുറിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കാല് ചിഹ്നമാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ മുസ്ലിമായിട്ടാണ് എന്റെ കാല് ചതച്ചത്, ഞാൻ മുസ്ലിമായിട്ടാണ് എന്റെ കാലുകൾ വെട്ടിക്കളഞ്ഞത്. പടച്ച തമ്പുരാനായ ജഗനിയന്താവായ അല്ലാഹുവിന്റെ സാമീപ്യത്തിലുള്ള ജീവിതമുണ്ടല്ലോ, ആ ജീവിതമാണ് എനിക്ക് വേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു മരണപ്രാളത്തിൽ പോലും അല്ലാഹുവിന്റെ മുന്നിൽ കണ്ടുകൊണ്ടവരെന്ന് പറയുകയാണ്, മുഅ്മിനീങ്ങളെ, എങ്ങനെയുള്ള സ്വർഗ്ഗമാ സമന്തമായ സ്വർഗ്ഗത്തില് പൂർണ്ണങ്ങളോടുകൂടെ സല്ലപിക്കാനുള്ള അവസരം അല്ലാഹു എനിക്ക് തന്നാ മതിയെന്ന് അവിടുന്ന് ബഹുമാനപ്പെട്ട ഉബൈദ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് ഷഹീദായിട്ടുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളെ, നമുക്കും സ്വർഗ്ഗമുണ്ട്. എന്താണ് നമ്മൾ വേണ്ടത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കാണിച്ചു തന്ന മാതൃകയുണ്ടല്ലോ, സുന്ദരമായ മാതൃകയുണ്ടല്ലോ. ആ മാതൃക നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് അവർ ചെന്ന സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. ഇവിടെ ഈ ബദരീയത്തിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വ്യക്തമായ ഒരു പോയിന്റ്, വ്യക്തമായ ഒരു അടയാളപ്പെടുത്തൽ എന്ന് പറയുന്നത് അവരുടെ ഈമാനാണ്. ഈമാനിക ആവേശമാണ് അവരെ യുദ്ധത്തിൽ ജയിപ്പിച്ചത്. ആലോചിച്ചു, 1400 വരുന്ന സമുദായത്തോട് യുദ്ധക്കോപ്പുകളൊന്നും ഇല്ലാതെ 313 സഹാബത്ത് അങ്ങനെ വിജയിച്ചു. എങ്ങനെ വിജയിച്ചു? അതിനുശേഷം ആ തന്ത്രയുദ്ധം നടന്നതിന് ശേഷം യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. രണ്ട് ഭാഗത്തു നിന്നും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് മാലാഖമാരെ ഇറക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ അല്ലാഹു മാലാഖമാരെ ഇറക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നു. പ്രവാചകരുടെ വലതുഭാഗത്തായിട്ട് 100ഓളം മലായികകൾ പ്രവാചകരുടെ വലതുഭാഗത്ത് ഇറങ്ങുന്നു. മീകായിൽ അലൈഹിസ്സലാമിന്റെ കീഴിൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ കീഴിൽ ഇടതുഭാഗത്ത് 100ഓളം ഇറങ്ങുന്നു. അങ്ങനെ ഒരുപാട് മലായികകൾ അങ്ങനെ ഇറങ്ങുകയാണ്. എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ പ്രവാചകരെയും സഹാബത്തിനെയും സഹായിക്കാൻ വേണ്ടി. അങ്ങനെ യുദ്ധം തുടങ്ങിയപ്പോ ശത്രു മുമ്പോട്ട് നോക്കുമ്പോ പിറകിൽ നിന്ന് വെട്ട് കിട്ടുന്നു, തിരിഞ്ഞു നോക്കുമ്പോ ആളെ കാണുന്നില്ല, ഇടതോട് കഴിയുമ്പോ വലതുഭാഗം കിട്ടുന്നു, ആളറിയുന്നില്ല. അല്ലാഹുവിന്റെ മാലാഖമാരാണ് ഇതൊക്കെ വെട്ടുന്നത്. മുഅ്മിനീങ്ങളെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിക ആവേശമുള്ള സഹാബത്തിനെയും പ്രവാചകരെയും സഹായിക്കുകയാണ്. മലായികത്തിൽ ഇറങ്ങിക്കൊണ്ട് സഹായിക്കുകയാണ്. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അങ്ങനെ രണ്ട് ഭാഗത്തും യുദ്ധം നല്ലവണ്ണം മൂർച്ഛിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു യുദ്ധം തുടങ്ങുന്നതിന് അല്പം മുമ്പ് പ്രവാചകർക്ക് സാന്ത്വനമായിട്ട് അല്ലാഹു സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകർ സഹാബത്തോട് മുമ്പേ പറഞ്ഞിരുന്നു, സഹാബ, ഈ
വലീദ് ഇവിടെയാണ് ചത്തു വീഴുക, അബൂജഹൽ ഇവിടെയാണ് ചത്തു വീഴുക, ഷൈബ ഇവിടെയാണ് ചത്തു വീഴുക, ഉത്ബ ഇവിടെയാണ് ചത്തു വീഴുക എന്ന് പ്രവാചകർ അതേ സഹാബത്തിനോട് പറഞ്ഞിരുന്നു. പ്രവാചകർ പറഞ്ഞതേപോലെ ഓരോ ജഡങ്ങളും ആ സ്ഥാനത്ത് തന്നെ സഹാബത്തിനെ കാണുകയുണ്ടായി. ആരാ അബൂജഹലിനെ കൊന്നത്? രണ്ട് ചെറിയ മക്കൾ മുഹമ്മദ് ബിൻ അഫ്റാവും മുആദ് ബിൻ അഫ്റാവും. ബഹുമാനപ്പെട്ട തൽഹ റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധത്തിനിടയിൽ വെച്ച് രണ്ട് മക്കൾ വന്ന് ചോദിക്കുകയാണ്, അല്ല ഈ അബൂജഹൽ ആരാണ് ഈ അബൂജഹൽ? എന്തിപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, എന്തിനാണ് മക്കളെ നിങ്ങൾക്ക് അബൂജഹലിനെ ഞങ്ങൾക്ക് വധിക്കണം, എവിടെയാണ് അബൂജഹൽ? അങ്ങനെ യുദ്ധത്തിനിടയിൽ എവിടെയോ കണ്ടപ്പോ ആ മഹാനാരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, അതാണ് അബൂജഹൽ. അത് കേൾക്കേണ്ട താമസം മുആദ് ബിൻ അഫ്റാവും തന്റെ കയ്യിലുള്ള വാളുമായിട്ട് ചാടി പോവുകയാണ്. എന്നിട്ട് അബൂജഹലിന്റെ കഴുത്തിലേക്ക് രണ്ടാളും കൂടി വെട്ടുകയാണ്. അബൂജഹലിനെ വെട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, ഈ ഉമ്മത്തിന്റെ ഫറോവയായ അബൂജഹലിനെ ഞങ്ങൾ വെട്ടി നബിയെ. മുആദ് പറയുന്നു, ഞാനാണ് നബിയെ വെട്ടിയത്. മുഹമ്മദ് പറയുന്നു, ഞാനാണ് നബിയെ വെട്ടിയത്. റസൂലുള്ളാഹി ഞങ്ങൾക്ക് കുസൃതി തോന്നി. നബി പറഞ്ഞു, രണ്ട് മക്കളോടും പറഞ്ഞു, നിങ്ങളുടെ വാള് കാണിച്ചു തരി, മക്കളെ നിങ്ങളുടെ വാള് കാണിച്ചു തരൂ. അങ്ങനെ രണ്ട് മക്കളും വാള് കാണിച്ചപ്പോ അത് രണ്ടുപേരുടെയും വാളിൽ രക്തത്തിന്റെ അടയാളം ഉണ്ടായിരുന്നു. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, രണ്ടുപേരും കൊന്ന കൂലിയുണ്ട്, രണ്ടുപേരും അബൂജഹലിനെ കൊന്നിട്ടുണ്ട്. അത്രയ്ക്കും ചെറിയ മക്കൾക്ക് വരെ പ്രവാചകരുടെ ആ ഒരു ആവേശം ഈമാനിക ആവേശമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് സഹാബത്ത് വിജയിക്കാനുള്ള കാരണം അവരുടെ ഈമാനിക ആവേശമായിരുന്നു. ഷഹാദത്തെ മഖ്സൂദ മത്ലൂബ മുഅ്മിൻ നമാലെ ഗനീമത്തിന കിശ്വർ ഖുശായി. സഹാബത്ത് യുദ്ധമുഖത്തേക്ക് വരുമ്പോ അവർക്ക് ഒരിക്കലും തന്നെ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിന്റെ അണികളായി, അതിന്റെ വക്താക്കളായി ഷഹീദാവണമെന്നൊരു ലക്ഷ്യം മാത്രമാണ്. അവരുടെ ശക്തി കാണിക്കലോ ഗനീമത്ത് സ്വത്ത് ലഭിക്കലോ ആയിരുന്നില്ല. അപ്പൊ അവരുടെ ഹൃദയശുദ്ധിയാണ്, ഈമാനിക ആവേശമാണ്. അള്ളാഹുവിനെ അവരാരായിരുന്നു? അല്ലാഹുവിനെ അവരുടെ സ്വശരീരങ്ങളെ സ്വർഗത്തിന് പകരമായിട്ട് വാങ്ങിയവരാണ് സഹാബ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, കുറച്ചോനെ സ്വർഗമുണ്ടോ? എങ്കിലിതാ ഞങ്ങളുടെ ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ ഇതാ വിധിക്കുന്നു, സ്വർഗം പകരമായി. ഖുർആൻ തന്നെ പറഞ്ഞ സത്യമാണിത്. നമുക്ക് എന്ത് ഈമാനാ ഉള്ളത്? ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ വരെ അനുസരിച്ച് ജീവിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? നമുക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു തന്ന ബദരീങ്ങളെ ഒന്ന് ഓർക്കാനോ അവരുടെ പേരിൽ ഒന്ന് ഓതാനോ അവരെ സ്മരിക്കാനോ നമുക്ക് സമയമുണ്ടോ? ഇല്ലല്ലോ. ആരാണ് ബദരീങ്ങൾ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബദരീങ്ങൾ പേരിൽ അല്ലാഹു ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, യാ അഹ്ല ബദർ, ബദരീങ്ങളെ ഇഅ്മലൂ മാ ശിഅ്തും, വേണ്ടതൊക്കെ ചെയ്തോളി, ഫഇന്നീ ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിട്ടുണ്ട്, എന്തും ചെയ്യാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം. അല്ലാഹു പറയാണ്, ബദരീങ്ങളെ നിങ്ങൾ എന്തും ചെയ്തോളി, നിങ്ങൾക്കെല്ലാം ഞാൻ പുറത്തു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം തന്റെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇത് പറയാനുള്ള കാരണം, ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ സജ്ജരാക്കിയപ്പോ അബീ ബൽതാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വത്തും കുടുംബമൊക്കെ ഉണ്ടായിരുന്നത് മക്കയിലായിരുന്നു. അങ്ങനെ ശത്രുക്കൾ അവിടുന്ന് പറഞ്ഞു, അബൂ ബൽതാൻ, നിന്റെ സ്വത്തുക്കളും നിന്റെ കുടുംബക്കാരൊക്കെ ഞങ്ങൾ ഇവിടെ നശിപ്പിക്കും. അബൂ ബൽതാൻ മദീനയിലായിരുന്നു, പ്രവാചകരുടെ കൂടെയായിരുന്നു, ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്, ബദരിയാണ്. അങ്ങനെ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. സമ്പത്താണെങ്കിൽ കുഴപ്പമില്ല, നശിച്ചോട്ടെ, പക്ഷേ എന്റെ കുടുംബക്കാരുണ്ട്, അവരെങ്ങനെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അപ്പോ അവർ പറഞ്ഞു, പ്രവാചകനെ ഞങ്ങൾക്ക് ഒച്ചി തന്നാൽ നിങ്ങളെ കുടുംബത്തെ ഞങ്ങൾ വെറുതെ വിടാം. അങ്ങനെ അദ്ദേഹം നിർബന്ധിതനായിക്കൊണ്ട് ഒരു
പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങളും സഹാബത്തും യുദ്ധത്തിന് വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത ഒരു പെണ്ണിന്റെ കയ്യിൽ കൊടുത്ത് ആ പെണ്ണിന്റെ മുടിന്റെ ഉള്ളിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഖുറൈശികൾക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറയുകയാണ്. ആരി സഹാബി വര്യനായ അബൂബൽതാൻ എന്തിനാണ് തന്റെ കുടുംബക്കാരുടെ ഒരുപാട് പേര് മക്കയിലുണ്ട്, അവരെയൊക്കെ ശത്രുക്കളെ നശിപ്പിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കുകയാണ്. എന്നിട്ട് പ്രവാചകരോട് പറയുകയാണ്, പ്രവാചകരെ, ഇന്ന സ്ഥലത്ത് അങ്ങ് യുദ്ധത്തിന് പോകുന്ന ഒരു വാർത്ത ചോർന്നുകൊണ്ട് ഒരു പെണ്ണ് പോകുന്നുണ്ട്, പിടികൂടണം നബിയെ. അങ്ങനെ പ്രവാചകർ അലിയാർത്തങ്ങൾ അയക്കുകയാണ്. അലിയാർത്തങ്ങൾ ഒട്ടകപ്പുറത്ത് വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അങ്ങനെ ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ എന്ത് വാർത്തയുമായിട്ടാണ് നീ പോകുന്നത്, ആ വാർത്ത ഇങ്ങോട്ട് തരുമെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഒന്നും തന്നെ കയ്യിൽ കരുതിയിട്ടില്ല, പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അപ്പൊ സഹാബത്തും അച്ഛനോടുള്ളവർക്കൊന്നും കണ്ടില്ല, കയ്യൊക്കെ നോക്കിയൊന്നും കണ്ടില്ല. പക്ഷേ അലിയാർത്തങ്ങൾ പറഞ്ഞു, അള്ളാന്റെ ഹബീബാണ് പറഞ്ഞത്, അള്ളാന്റെ ഹബീബ് കളവ് പറയൂല. അതുകൊണ്ട് ഈ പെണ്ണിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് വസ്തുത സത്യമാണ്. അതുകൊണ്ട് ആണയിട്ട് ചോദിച്ചപ്പോ ആ പെണ്ണ് തന്റെ മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ആ കടലാസ് കഷ്ണം എടുക്കുകയാണ്. സഹാബത്ത് ഇത് കൊണ്ടുവന്ന് അള്ളാന്റെ ഹബീബിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഇതാണ് നബിയെ ആ കത്ത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബൽതാൻ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. മാ ഫഅൽത യാ അബൂബൽതാൻ, അബൂബൽതാൻ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? നിങ്ങൾ നമ്മളിൽ പെട്ടവരായിരിക്കെ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത് അബൂബൽതാൻ? ഉമർ റളിയല്ലാഹു അൻഹു വശാബിനായി വാളെടുത്തു. അല്ലാഹുവിന്റെ ഹബീബേ, ഈ മുനാഫിഖ് ഞാൻ കൊല്ലട്ടെ യാ നബിയേ, എന്ത് പണിയാണ് ഇദ്ദേഹം ചെയ്തത്? ഞാൻ കൊല്ലട്ടെ യാ നബിയേ. അബൂബൽതാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഒരിക്കലും തന്നെ മുർത്തദ്ദാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ ധിക്കരിക്കാൻ ഉദ്ദേശിച്ചതല്ല, അള്ളാഹുവിന്റെ ദീനിനെ ധിക്കരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നബിയെ. പക്ഷേ എന്റെ കുടുംബക്കാർ അവിടെ ഒരുപാടുണ്ട്, അവരെയൊക്കെ ഈ കുട്ടിക്കൂട്ടരും ഖുറൈശികൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയവിഹ്വലനായിക്കൊണ്ട് ഇത് ചെയ്തു പോയതാണ് റസൂലേ, ഇത് ചെയ്തു പോയതാണ് റസൂലേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബൽതാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സദഖ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്, നിങ്ങൾ അദ്ദേഹത്തെ ഒന്നുമേ ചെയ്യാൻ പാടില്ല, അദ്ദേഹം ബദറിൽപ്പെട്ടവനാണ്, ബദറിൽ പങ്കെടുത്ത ആളാണ്. ബദരീങ്ങളുടെ അടുക്കൽ അള്ളാഹു വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളി, ഞാൻ നിങ്ങൾക്ക് മുഴുവൻ പുറത്തു തന്നിട്ടുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പുറത്തു കൊടുക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് ബദരീങ്ങൾ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോ അവരുടെ സ്മരണകൾ പുതുക്കി അവരെ സ്നേഹിക്കാനും അവർ ചരിച്ച പാതയിലൂടെ ചരിക്കാനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാവണം. അവരുടെ ദുർഘടങ്ങളിൽ കാത്തു സൂക്ഷിച്ച കെടാവിളക്കായി അവർ കാത്തു സൂക്ഷിച്ച ഒരു സാധനമുണ്ട്, അതാണ് അൽ ഈമാൻ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം. അത് നമ്മുടെ ഹൃദയങ്ങളിലും ഏത് കാറ്റിലും കോളിലും ഉലയാതെ ആടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മുഅ്മിനീങ്ങളെ, ഈമാനിന്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഫുരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.